മഴത്തോരു മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ ഇന്ന് പറയുന്നത്. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ ബാലചന്ദ്രൻ്റെയും വൈജന്തിയുടെയും ജീവിതം താൻ കാരണം ഒരിക്കലും നശിച്ചു പോകരുത് എന്നും കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അവരുടെ ജീവിതം ഒന്നായി കാണണമെന്നും ആഗ്രഹിക്കുന്ന അലീന മനസ്സില്ലാ മനസ്സോടെ ബാലചന്ദ്രൻ്റെ തീരുമാനത്തിന് സമ്മതമോടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും എന്നേക്കുമായി അവൾ പടിയിറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് 1000 ചോദ്യങ്ങൾ അവൾ ഉള്ളിലുണ്ടെങ്കിലും ബാലചന്ദ്രൻ്റെ മുഖം കാണുമ്പോൾ അവൾ യാതൊന്നും തന്നെ ചോദിക്കാതെ കാറിൽ കയറി സീറ്റിൽ തല താഴ്ത്തി കിടക്കുന്നുണ്ട്. അവളുടെ ആ കിടപ്പ് കാണുമ്പോൾ ഒട്ടും സഹിക്കവയ്യാതെ ബാലചന്ദ്രൻ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിലും അലീനയ്ക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പതുക്കെ അവിടെ നിന്നും വണ്ടി നീങ്ങി തുടങ്ങി. അലീന അവൾ ഇത്രയും നാളും സ്വന്തമെന്ന് കരുതി താമസിച്ചിരുന്ന വീട്, സ്വന്തമായി കരുതിയിരുന്ന ആൾക്കാർ, രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാവരും അവരുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വേദന സഹിക്കവയ്യാതെ പെട്ടെന്ന് തല തിരിച്ച് വീണ്ടും ആ സീറ്റിൽ തല താഴ്ത്തി അവൾക്ക് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ സഹിക്കവയ്യാതെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എന്താ നീ കാണിക്കുന്നത്? അച്ഛൻ പറഞ്ഞതല്ലേ ഇതിനേക്കാളും വലിയൊരു വീട്ടിലായിരിക്കും നിന്നെ കൊണ്ടുപോകുന്നതെന്ന്. പിന്നെ എന്താ മോളെ നിനക്ക് സങ്കടം? എന്താ അച്ഛ ഈ പറയുന്നത്? എനിക്കാഗ്രഹം വലിയ വീടും വലിയ സ്വത്തും ഒക്കെയാണോ? അച്ഛൻ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ല അച്ഛ, എനിക്ക് വലിയ വീടോ വലിയ സ്വത്തുക്കളോ ഒന്നും വേണ്ട. എനിക്ക് നിങ്ങളെയൊക്കെ മതിയച്ഛ. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അച്ഛ. ബബിതയും കൃഷ്ണമോളും രോഹിത്തും അച്ഛനെയും ഒന്നും വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അച്ഛ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ നീ അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛന് ഇഷ്ടമുണ്ടായിട്ടാണോ നിന്നെ പറഞ്ഞു വിടുന്നത്? അച്ഛൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദനയുണ്ടെന്ന് നിനക്കറിയാമോ? അച്ഛൻ്റെ മനസ്സ് സഹിക്കാൻ പറ്റുന്നില്ല നീ പോകുന്ന കാണുമ്പോൾ. പക്ഷേ നിന്നെ ഇവിടെ ഇനിയും നിർത്തിക്കഴിഞ്ഞാൽ വൈജയന്തി എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുക എന്ന് എനിക്കറിയില്ല മോളെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് കരുതിയത്. അത് മറ്റൊരിടത്തേക്കുമല്ല. അങ്ങനെ എവിടേക്കെങ്കിലും നിന്നെ പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടത്തെക്കാളും സുഖവും സൗകര്യവും സുരക്ഷിതത്വവും ഉള്ള ഒരു സ്ഥലത്തേക്കാണ് മോളെ അച്ഛൻ നിന്നെ പറഞ്ഞയക്കുന്നത്. അല്ലാതെ അങ്ങനെ നിന്നെ വലിച്ചെറിയാൻ വേണ്ടി മാത്രം അത്ര ക്രൂരനാണ് ഈ അച്ഛനെന്ന് നിനക്ക് കരുതുന്നുണ്ടോ? ഇല്ല അച്ഛ, ഇല്ല. എനിക്കറിയാം അച്ഛൻ എന്നെ അങ്ങനെയൊന്നും കൈവിട്ട് കളയില്ല എന്ന്. ഇവിടത്തെക്കാളും സുരക്ഷിതത്വം കൂടുതലുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും അച്ഛൻ എന്നെ കൊണ്ടാക്കുക എന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛ. എൻ്റെ കൂടപ്പിറപ്പുകൾ, അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകളെയും അച്ഛനെയും ഇന്ന് ഉപേക്ഷിച്ചിട്ട് എനിക്കിവിടെ നിന്നും പോകാൻ കഴിയുന്നില്ല അച്ഛ. അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ആദ്യത്തെ കുറേ നാളുകളെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ കാണാത്ത ആൾക്കാർ, ഇതുവരെ കാണാത്ത വീട്, അതുപോലെ ചുറ്റുപാട്, ഞാൻ എങ്ങനെയായിരിക്കും അച്ഛ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക? ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സ്നേഹമെങ്കിലും എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും ബബിതയും രോഹിത്തും വൈകിയാണെങ്കിലും അവരും ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴും അവരൊക്കെ എന്നെ സ്നേഹിക്കുമായിരിക്കും അല്ലേ അച്ഛാ? ഇതൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ സങ്കടപ്പെടാതെ. നിൻ്റെ സ്വഭാവം കാണുമ്പോൾ ആരാ നിന്നെ സ്നേഹിക്കാതിരിക്കുക? എത്ര ദേഷ്യപ്പെട്ടവനെയും മയക്കെടുക്കാനുള്ള സ്നേഹം നിൻ്റെ മനസ്സിലില്ലേ? അത് മതി മോളെ. അത് കാരണം നിന്നെ ആരും അങ്ങനെ വെറുക്കില്ല. നിന്നെ അങ്ങനെ വെറുക്കാൻ ആർക്കും കഴിയില്ലടി മോളെ. പിന്നെ നിൻ്റെ അമ്മ, അതെനിക്കറിയില്ല എന്തുകൊണ്ട് അവൾ നിന്നെ തിരിച്ചറിയാത്തതും നിന്നിലെ നന്മ അവൾ എന്തുകൊണ്ടാണ് അറിയാത്തതെന്നും. ഒരിക്കലും അതൊക്കെ അറിയുന്ന സമയത്ത് അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും എനിക്കറിയില്ല. ആ ഒരു വൈജിയെ എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല മോളെ. ഒരിക്കൽ അവൾ ഇതെല്ലാം അറിയും. അത് ഞാൻ തന്നെ അവളെ അറിയിക്കും. അതെന്നിലെ വാശിയാണ്. പോട്ടെ, സാരമില്ല. അതൊക്കെ മോള് മറന്നേക്ക്. ഇനി പുതിയൊരു ജീവിതമാണ്, പുതിയ ആൾക്കാരാണ് എന്ന് കരുതി അച്ഛനും കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ നിന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് നീ വിചാരിക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും മോള് അച്ഛനെ വിളിക്കണം കേട്ടോ. അച്ഛൻ പറന്നെത്തും. അച്ഛൻ ഇവിടെയാണെന്നേ ഉള്ളൂ. അച്ഛൻ്റെ മനസ്സ് മൊത്തം അവിടെയാണ്. എൻ്റെ ബാക്കി 3 മക്കളെയും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ അലീന മോളെയും അച്ഛൻ സ്നേഹിക്കുന്നത്. അത് നിനക്കറിയാലോ. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ നിൽക്കാൻ കഴിയാതെ വന്നാലും അത് അച്ഛനോട് അപ്പോൾ വിളിച്ച് പറയണം. എല്ലാം പണ്ടത്തെ പോലെ മനസ്സിലൊതുക്കി അങ്ങനെ നിൽക്കരുതേ മോളെ. അച്ഛൻ വിളിക്കുമ്പോൾ എല്ലാ വിശേഷങ്ങളും മോള് പറഞ്ഞു തരണം കേട്ടോ. ശരി അച്ഛാ, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്കറിയാം എൻ്റെ അച്ഛൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യൂന്ന്. പിന്നെ ഇവിടെ നിന്ന് എല്ലാവരെയും വിട്ടു പോകുമ്പോൾ ഒരു ചെറിയ പ്രയാസമുണ്ട്, അതേ ഉള്ളൂ അച്ഛാ.
അങ്ങനെ വണ്ടിയിൽ ഒരുപാട് സമയം പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ വല്ലാതെ വിഷമം ഇങ്ങനെ നിറഞ്ഞ് ബാലചന്ദ്രൻ മറ്റെന്തോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓപ്പോസിറ്റായിട്ട് ഒരു ബസ് വരുന്നത്. പെട്ടെന്ന് തന്നെ അലീന പറയുന്നുണ്ട് അച്ഛാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് വഴുതി മാറി ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്. ഡ്രൈവർ അവിടെ നിന്നും എന്തൊക്കെയോ ചീത്തയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആ ഒരു പ്രയാസത്തിൽ അതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് വണ്ടി ഒരു സൈഡിൽ നിർത്തുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട് അച്ഛാ, അച്ഛൻ്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല അല്ലേ? എനിക്കറിയാം എൻ്റെ അച്ഛന് ഒരുപാട് വിഷമമുണ്ടെന്ന്. ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടാക്കുന്നതെന്നും എനിക്കറിയാം. അച്ഛൻ കുറച്ച് റെസ്റ്റ് എടുക്കുക അച്ഛാ. ഒത്തിരി നേരം ആയില്ലേ ഇങ്ങോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ നിന്നും ഒരുപാട് ദൂരം ഉണ്ടല്ലേ അച്ഛാ കുളത്തുപുഴയ്ക്ക് വരാൻ. എനിക്ക് പെട്ടെന്ന് ഓടി ഓടി വന്ന് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലേ അച്ഛാ. നിനക്ക് ഓടി ഓടി വരാൻ കഴിയില്ലെങ്കിലും എപ്പോഴാണോ നിനക്ക് വരാൻ തോന്നുന്നത് അപ്പോൾ അച്ഛനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ അച്ഛൻ പറന്നെത്തൂല എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അവിടെ വന്ന് നിനക്ക് ഒരാഴ്ച അവരുടെ കൂടെയൊക്കെ നിന്നിട്ട് തിരിച്ചു പോരാലോ. പിന്നെന്താ, അതിനെല്ലാം അനുമതി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അവർ സമ്മതിച്ചിട്ടുമുണ്ട്. പിന്നെ എന്താ മോളെ, നീ അവിടുത്തെ വേലക്കാരിയോ ഒന്നും അല്ലാന്ന് അച്ഛൻ പറഞ്ഞില്ലേ. നിനക്ക് ഇവിടത്തെ കാലം സുഖവും സൗകര്യവും കൂടുതലായിരിക്കും. അത് നീ നോക്കിക്കോ. അല്ലെങ്കിലും ഇവിടെ എൻ്റെ മോള് കഷ്ടപ്പെട്ടത് ഇനി അതിലൊരു കഷ്ടപ്പാട് മറ്റൊരു സ്ഥലത്ത് കിട്ടാനുണ്ടോ മോളെ? നീ എല്ലാം ഈ പ്രായത്തിനിടയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞില്ലേ, അതും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ. പിന്നെ എന്താ മോളെ, അതിനേക്കാളും വലുതൊന്നും ഇനി നിനക്ക് വരാനില്ല. നീ സുഖസൗകര്യത്തോടു കൂടി അവിടെ ജീവിക്കുന്നത് അച്ഛന് കാണണം, അത്രയേ ഉള്ളൂ. നിൻ്റെ ഈ സങ്കടങ്ങളെല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ. ശരി അച്ഛാ, എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ അച്ഛൻ സത്യം പറയണം. അച്ഛാ, എന്നെ കുളത്തൂപ്പുഴയ്ക്ക് തന്നെ അല്ലേ കൊണ്ടുപോകുന്നത്? അതെന്താ മോളെ നിനക്ക് സംശയം? അച്ഛൻ നിന്നോട് അങ്ങനെ കള്ളം പറയുമോ? അച്ഛൻ വേറെ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? എന്നെ എവിടേക്കാണ് അച്ഛാ കൊണ്ടുപോകുന്നത്? അതിനെപ്പറ്റി അച്ഛൻ പറഞ്ഞില്ലല്ലോ. ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ആരെങ്കിലും നോക്കാനാണോ? ആ കാര്യങ്ങളൊന്നും അച്ഛൻ പറഞ്ഞില്ല. വണ്ടി സൈഡിൽ നിർത്തിയിട്ടിട്ട് ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് മോളെ, അച്ഛൻ്റെ അടുത്തേക്ക് വാ. അച്ഛനിതെങ്ങനെയാണ് നിന്നോട് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അച്ഛൻ നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിടുന്ന സമയത്തെ ആലോചിക്കുന്നുണ്ട് നിന്നെ എങ്ങനെ ഈ കാര്യം അറിയിക്കുമെന്ന്, എങ്ങനെ ഇത് തുടങ്ങണമെന്ന്. അതാ അച്ഛൻ ഇത്രയും വൈകിപ്പോയത്. ഇനിയെങ്കിലും നിന്നോടത് പറയണമെന്ന് അച്ഛന് തോന്നുന്നു. ആ മനസ്സിലെ ഭാരമെല്ലാം നിന്നോട് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛന് മാറുമായിരിക്കും. എത്ര ദിവസമായി അച്ഛൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യമാണെന്ന് നിനക്കറിയാവോ? എന്താ അച്ഛാ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അച്ഛൻ പറയാമോളെ. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു റിട്ടയർഡ് ആർമി കേണലിൻ്റെ വീട്ടിലേക്കാണ്. അയാളുടെ പേര് സ്റ്റാൻലി ജോസഫ് എന്നാണ്. എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ അച്ഛൻ ആ പേര്. നേരത്തെ എങ്ങാനും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ആ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അച്ഛൻ പറയാൻ വഴിയേ. സ്റ്റാൻലി ജോസഫ് ആഗ്രയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ മനസ്സിലിങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊന്നും ആയിരിക്കില്ല അച്ഛൻ പറയുന്നത് എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അലീന ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നിനക്കറിയാമല്ലോ അവിടെയായിരുന്നു നിൻ്റെ അങ്കിളും ഗംഗാധര മേനോനും ജോലി ചെയ്തിരുന്നതെന്ന്. ഗംഗാധര മേനോൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു ലഫ്റ്റനൻറ്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. അവിടെ വെച്ച് അയാൾ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. അവളെ വിവാഹം ചെയ്തില്ല എങ്കിലും അവരൊരുമിച്ച് ജീവിച്ചു. ആ ഒരു പെൺകുട്ടി അവിടെ വെച്ച് ഗർഭിണിയായി. അവസാനം ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ കാര്യം അറിയുകയും സ്റ്റാൻലി ജോസഫിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത് അയാൾ നാട്ടിൽ പോകുന്ന സമയം കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അവളെ നാട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ചൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ആ പെൺകുട്ടിയുടെ അച്ഛൻ അവളുടെ പ്രസവം നടത്തുകയും ചെയ്തു. ആ സമയത്ത് ആ കുട്ടി മരിച്ചുപോയി എന്ന് പറയുകയും ആ കുട്ടിയെ ആരും അറിയാതെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ കുട്ടി 22 കൊല്ലം അനാഥാലയത്തിൽ അനാഥയെപ്പോലെ വളർന്നു. എന്നാലും ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അവളെ ജീവിച്ചിരിക്കുന്നതായിട്ട് അറിയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ തുളുമ്പുന്നുണ്ടായിരുന്നു. അവൾക്കത് എന്തായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് യാതൊരു പിടിയും കിട്ടുന്നില്ല. അച്ഛാ, എന്താ അച്ഛാ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ എന്തിനാ ഇപ്പോൾ ഈ കഥയൊക്കെ പറയുന്നത്? മോളെ, നീ അറിയണം. അതുകൊണ്ട് അച്ഛൻ ആദ്യമേ ഈ കഥകളൊക്കെ പറയുന്നത്. അങ്ങനെ അവൾ 22 കൊല്ലം അനാഥയെപ്പോലെ കഴിഞ്ഞു. അവസാനം എൻ്റെ വീട്ടിലേക്ക്, നെടുമ്പുരക്കൽ വീട്ടിലേക്ക് അവൾ വരികയും ചെയ്തു. അമ്മയ്ക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ വെച്ച് അവളുടെ അച്ഛനെ ഞാൻ തേടി കണ്ടുപിടിച്ചു. അയാളുടെ പേരാണ് സ്റ്റാൻലി ജോസഫ്. ഈ സ്റ്റാൻലി ജോസഫ് അവളുടെ അച്ഛനാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവൾ ആ ലോകത്ത് നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതായെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. അവൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ആ നിന്ന നിൽപ്പിന് അവൾ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഓടി വന്ന് താങ്ങിയെടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, എന്താ മോളെ ഇത്?
അച്ഛൻ നിനക്കറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ, നീ എന്താ ഇങ്ങനെ? അച്ഛാ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്ന അച്ഛാ, എനിക്കിത് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല അച്ഛാ. അച്ഛന് അല്ലാതെ എനിക്ക് മറ്റൊരാളെ എൻ്റെ അച്ഛനായിട്ട് സങ്കല്പിക്കാൻ കൂടെ കഴിയില്ല അച്ഛാ. എൻ്റെ അച്ഛൻ്റെ സ്നേഹവാത്സ്യങ്ങളെല്ലാം തന്ന് എന്നെ ഇത്രയും നാൾ നോക്കിയത് എൻ്റെ ഈ അച്ഛനാണ്. ഈ അച്ഛൻ മതി അച്ഛാ എനിക്ക്. എന്താ മോളെ, നിൻ്റെ പപ്പയുടെ അടുത്തല്ലേ അച്ഛൻ കൊണ്ടുപോകുന്നത്? ഈ അച്ഛൻ്റെ സ്നേഹം എന്നും നിനക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. നിൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്ഥാനം എങ്ങനെയാണെന്ന് അച്ഛൻ അറിയാം. അതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മോളെ. എൻ്റെ അച്ഛനെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ലേ? എങ്കിലും മോളെ, നിനക്ക് നിൻ്റെ സ്വന്തം അച്ഛനുണ്ട്. അയാളെ നീ കാണണ്ടേ? ഇനി നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് നീ പോകാൻ പോകുന്നത്. അവിടെ നീ സുരക്ഷിതയായിരിക്കും. ബാലചന്ദ്രൻ ഇതൊക്കെ പറയുമ്പോഴും അവൾ അതൊന്നും കേൾക്കാതെ കണ്ണുകൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അടുത്തേക്ക് വന്ന് അയാളുടെ തോളിലേക്ക് അവളെ ചായച്ചു കിടത്തിയിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? ഇങ്ങനെ കരയില്ലേ? അച്ഛനെ കൂടെ ഈ അവസാന നിമിഷം നീ സങ്കടപ്പെടുത്തരുതേ മോളെ. നമുക്ക് പോകാം, ഒത്തിരി വൈകിയില്ലേ എന്ന് പറയുന്നുണ്ട്. മോളെ, നമുക്ക് എന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ ഒത്തിരി സമയമായി, ഇനി കുറച്ചുകൂടെ നമുക്ക് ഇരിക്കാനുണ്ട്. അവൾ തലയാട്ടി സമ്മതം മൂളി. അങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി അവർ ഊണ് കഴിച്ചു. വീണ്ടും കുറച്ച് സമയം അവിടെ ഇരുന്നു. മോള് കുറച്ച് റെസ്റ്റ് എടുത്തോ, എന്നിട്ട് നമുക്ക് പോകാം. വേണ്ട അച്ഛാ, നമുക്ക് പോവാം, അല്ലെങ്കിൽ ഒരുപാട് രാത്രിയാവില്ലേ, അച്ഛന് തിരിച്ചു വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി. അലീന മൗനം പാലിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നിൻ്റെ സന്തോഷമൊന്നും കാണാനില്ലല്ലോ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും മോളെ. ഇനി അച്ഛന് അങ്ങനെ പെട്ടെന്ന് നിൻ്റെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ. അലീന എന്ന് വിളിക്കുമ്പോൾ ഓടി വരാനും ആളില്ലല്ലോ. അച്ഛാ, ഇങ്ങനെയൊന്നും പറയരുതേ അച്ഛാ, എനിക്ക് സങ്കടം സഹിക്കേ വയ്യ. അതിനിടയിൽ കൂടെ അച്ഛൻ്റെ ഈ വാക്കുകളും കൂടെ പറയരുതേ അച്ഛാ. അച്ഛൻ എപ്പോഴും എന്നെ കാണണമെന്ന് തോന്നിയാലും ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. ഇവിടെ പപ്പ വിട്ടില്ലെങ്കിലും ഞാൻ ഓടി അങ്ങ് വന്നേക്കും കേട്ടോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും യാത്ര തുടങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ സമയം യാത്ര ചെയ്തതിന് ശേഷം അവൾ എത്തുന്നത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. അവളിങ്ങനെ ചെന്നെത്തുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ കെട്ടിടവും അതിനകത്തേക്ക് കുറേ കാടും കുറേ വഴികളും, അതിനുള്ളിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ കെട്ടിടം കാണാം. അവൾ പറയുന്നുണ്ട്, എന്താ അച്ഛാ ഇത് വീട് തന്നെയാണോ അതോ ഇത് എസ്റ്റേറ്റാണ് മോളെ? അയാൾ ഇവിടെയാണ് താമസിക്കുന്നത്. അച്ഛാ, എൻ്റെ മനസ്സിലിപ്പോൾ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എനിക്കിപ്പോൾ എങ്ങനെ അച്ഛനടുത്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ പപ്പയുടെ അടുത്തേക്കാണ് അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുന്നു. പപ്പയ്ക്ക് അറിയാമോ ഞാൻ അയാളുടെ മോളാണെന്ന്? അയാൾ മറ്റ് വിവാഹം കഴിച്ചിട്ടുണ്ടോ അച്ഛാ? അതിൽ പപ്പയ്ക്ക് മറ്റു മക്കളില്ലേ അച്ഛാ? അവരൊക്കെ എന്നെ അംഗീകരിക്കുമോ? അവരോടെല്ലാം പപ്പ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അച്ഛാ. ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? ഇനി അവിടെ നിന്നും കേൾക്കാൻ പാടില്ലാത്തതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുമോ അച്ഛാ? എനിക്കിനി അതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ല അച്ഛാ. പോകുന്നിടത്തെല്ലാം എന്നെ ഒരു വിഷവിത്തിനെ പോലെ അവർ കാണുമോ അച്ഛാ? എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. മോളെ, സ്റ്റാൻലി ജോസഫ് കല്യാണം കഴിഞ്ഞു, അയാൾക്ക് മക്കളും ഉണ്ട്. പക്ഷേ അവരൊന്നും ഇവിടെയല്ല താമസം. അപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടില്ലേ അച്ഛാ എന്നെ കൊണ്ടുവരുന്ന കാര്യം? ഇല്ല മോളെ, അതറിഞ്ഞിട്ടില്ല. ഇതിനെ അറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം? അച്ഛൻ അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടായിരുന്നോ? മോളെ, അച്ഛൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ തിരിച്ചയക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളെ അച്ഛൻ പൊന്നുപോലെ നോക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അയാൾ ഉറപ്പ് തന്നിട്ടുണ്ട്, നിനക്ക് യാതൊരു വിഷമവും വരുത്തില്ല എന്നും നിന്നെ പൊന്നുപോലെ അയാൾ നോക്കിക്കോളാമെന്നും. അതിൻ്റെ ഉറപ്പിൻ്റെ പേരിൽ മാത്രമാണ് മോളെ അച്ഛൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. എങ്കിലും മനസ്സിനിങ്ങനെ ഒരു 100,000 ചോദ്യങ്ങളിട്ട് അവൾ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾ കാറിൽ നിന്നിറങ്ങുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് സ്റ്റാൻലി ജോസഫിൻ്റെ വളർത്തുനായകൾ ഓടിയെത്തുന്നുണ്ട്. അലീനയുടെ അടുത്തേക്ക് ചാടി കുതിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഡ്രൈവർ കണ്ണ് പൊത്തുന്നുണ്ട്. അയ്യോ, ആ കുട്ടിയുടെ കാര്യം ഇനി എന്താവും എന്നിങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ അയാളിങ്ങനെ കണ്ണ് മാറ്റുമ്പോൾ വളരെ അതിശയത്തോടു കൂടിയാണ് അയാൾ ആ നായ്ക്കളെ നോക്കുന്നത്. 10-15 വർഷങ്ങൾ ആയി സ്റ്റാൻലി ജോസഫിനോടൊപ്പം അയാൾ ജോലിക്ക് കയറിയിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു പ്രതികരണം ആ നായ്ക്കളിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ട് വരുന്ന ഒരു പെൺകുട്ടി, ഇതിനു മുമ്പ് ഈ ഒരു പെൺകുട്ടി ഇവിടെ വരുന്നതായിട്ട് അയാൾ ശ്രദ്ധിച്ചിട്ട് കൂടെയില്ല. ആദ്യമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ നേർക്ക് ആ നായ്ക്കൾ ഓടി ചെല്ലുന്നു. അവൾ സ്നേഹത്തോടെ അടുത്തേക്ക് നിൽക്കുന്നു. അവളുടെ കൈകളിൽ ഇങ്ങനെ മണം പിടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അയാൾക്ക് വല്ലാതെ അതിശയം തോന്നുന്നുണ്ട്. ബാലചന്ദ്രനും ഇത് കാണുമ്പോൾ വളരെ അതിശയം തോന്നുന്നുണ്ട്. അയാൾ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ്റെ മകള് തന്നെ. അച്ഛനും നായ്ക്കളോട് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയല്ലേ മക്കളും? അലീനയ്ക്ക് നായ്ക്കളെ ഒരുപാട് ഇഷ്ടമാണ്.
ഒരിക്കൽ അവളുടെ ജീവൻ സംരക്ഷിച്ചതും ഈ നായ്ക്കൾ തന്നെയല്ലേ? വാ മോളെ, അകത്തേക്ക് വാ. ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇങ്ങനെ കുറേ നായ്ക്കളെ നിൻ്റെ പപ്പ വളർത്തുന്നുണ്ട്. അയാൾക്കും നായ്ക്കളെന്ന് പറഞ്ഞാൽ ഒരു ഹരവാ. ഒരു 6-7 ഉണ്ട് ഇവിടെ. അച്ഛൻ ആദ്യം വന്ന സമയത്ത് അച്ഛൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ കുറേ ദിവസം വന്നിട്ടുണ്ടോ അച്ഛാ? ഒത്തിരി തവണ വന്നിട്ടുണ്ടോ? എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കാല് പിടിച്ചതാണോ അച്ഛൻ? ഇല്ല മോളെ, അങ്ങനെ അയാളുടെ കാലിൽ പിടിച്ചിട്ട് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട ഗതികേട് അച്ഛനുണ്ടോ? അങ്ങനെ പുറത്തു നിന്ന് വട്ടം തിരിയുന്നത് കാണുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അകത്തേക്ക് വരാൻ സാറ് പറഞ്ഞു എന്ന്. അങ്ങനെ അലീനയുടെ കൈയും പിടിച്ച് ബാലചന്ദ്രൻ വീട്ടിനകത്തേക്ക് കയറുകയാണ്. 2 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. പെട്ടെന്നൊരു റൂം തുറന്ന് ആരോ ഇറങ്ങി വരുന്നുണ്ട്. അയാളെ കാണുമ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. നല്ല ഹൈറ്റുള്ള ഒരാൾ അവിടെ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് അലീന അയാളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ പതുക്കെ പറയുന്നുണ്ട്, എന്താ മോളെ സൂക്ഷിച്ചു നോക്കുന്നത്? അതാ നിൻ്റെ പപ്പ. സ്വന്തം അച്ഛനെ ആദ്യമായിട്ട് കാണുന്ന അലീന വല്ലാതെ ഒരു അമ്പരപ്പോടു കൂടി അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ വലിയ പ്രതികരണമൊന്നും കാണിക്കുന്നില്ല. ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഹലോ ബാലചന്ദ്ര എന്ന് വിളിച്ച് സംസാരിച്ച ശേഷം അലീനയോട് ഹായ് മോളു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ഒന്നും തന്നെ മിണ്ടുന്നില്ല. പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ കാര്യം പിടികിട്ടുന്നുണ്ട്. സ്വന്തം അച്ഛൻ ഇങ്ങനെയാണ് ഒരു മകളോട് ആദ്യമായിട്ട് കാണുമ്പോൾ ഇടപെടുന്നത്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു സങ്കല്പികമായിരുന്നു അലീനയ്ക്കും ബാലചന്ദ്രനും ഒക്കെ. പതിയെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ ഇതൊന്നും കാര്യമാക്കണ്ട. അയാൾ ഇങ്ങനെയൊന്നും അല്ല മോളെ. കാണുമ്പോൾ ഉള്ള ആ ഒരു ഹൈറ്റും ആ ഒരു പിരിച്ച മീശയും ഉരുണ്ട കണ്ണുകളും ഒക്കെ ആണെന്നേ ഉള്ളൂ. അയാൾ കുറേ കാലം പട്ടാളത്തിലായിരുന്നതല്ലേ, അതിൻ്റെ ഒരു ചിട്ടയൊക്കെയാണ് അയാൾ കാണിക്കുന്നത്. അല്ലാതെ സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അച്ഛനും ആദ്യം വന്ന ദിവസങ്ങളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഞാനും വിചാരിച്ചു എൻ്റെ മോളെ ഇയാളുടെ അടുത്തേക്കാണോ കൂട്ടിക്കൊണ്ട് വരേണ്ടതെന്ന്. വേണ്ടാന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം അയാളെ കാണാനെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, അയാൾ ഈ കാണിക്കുന്ന പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ. അയാളുടെ മനസ്സ് വളരെ ശുദ്ധവും സ്നേഹവുമാണെന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് തീരുമാനം എടുത്തത്. അതുകൊണ്ട് എൻ്റെ മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. പെട്ടെന്ന് അലീന അവിടെ ഇരിക്കാൻ പോകുന്ന സമയത്താണ് സ്റ്റാൻലി ജോസഫ് ആൻ്റണിയെ ഉറക്കെ വിളിക്കുന്നത്. ആൻ്റണി ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. ആ അലർച്ച കേൾക്കുമ്പോൾ എവിടെയോ നിന്ന് ആൻ്റണി ഓടി അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ സാറേ? ആൻ്റണി ഇതെന്താ കാണിച്ചിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഈ കുഷനും എല്ലാം മാറ്റിയിടണമെന്ന്. ഞാൻ പറഞ്ഞല്ലേ ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. നിങ്ങളൊക്കെ എൻ്റെ വാക്കിന് ഒരു വില പോലും കൽപ്പിച്ചിട്ടില്ല അല്ലേ? ഞാനാണ് ഇവിടുത്തെ മുതലാളി, നീയാണ് ഇവിടുത്തെ മുതലാളി എന്ന് പറഞ്ഞ് ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അലീന ഭയന്ന് വിറങ്ങലിച്ച് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പതിയെ കണ്ണടച്ച് അലീനയോട് ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കുന്നുണ്ട്. സോറി സാറേ എന്ന് പറഞ്ഞതിന് ശേഷം ആൻ്റണി പുതിയ വിരിപ്പുകളുമായി ഓടി വരുന്നുണ്ട്. ആൻ്റണി ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട് സാറേ. ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മാറ്റാതിരുന്നത്. അത് നീ തീരുമാനിച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്താൽ മാത്രം മതി. ശരി സാറേ എന്ന് പറഞ്ഞ് ആൻ്റണി തിരിച്ച് പുറത്തേക്ക് പോവുകയാണ്. ആൻ്റണി എന്ന് വീണ്ടും വിളിക്കുന്ന സമയത്ത് എന്താ സാറേ എന്ന് പറഞ്ഞ് വീണ്ടും ആൻ്റണി പേടിച്ച് അകത്തേക്ക് വരികയാണ്. ഇവർക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? ആ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്ക് വിശന്നിരിക്കാനും കഴിയില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, സമയം തെറ്റി കഴിച്ചാലും ശരിയാവില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിച്ചതല്ലേ, ശരി ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോവാം, അതൊരു മര്യാദയല്ലേ എന്ന് പറഞ്ഞ് അലീനയും കൂട്ടി അയാളുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ നോക്കുന്ന സമയത്ത് ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള സദ്യയാണ് സ്റ്റാൻലി ജോസഫ് ഒരുക്കിയിരിക്കുന്നത്. ചിക്കനും മട്ടനും മീനും അതുപോലെ ബാക്കിയുള്ള എല്ലാ കറികളും ചേർത്ത് ഊണ്. അതിന് വേണ്ട എന്നുണ്ടെങ്കിൽ ബാക്കി ചപ്പാത്തിയോ അപ്പമോ ദോശയോ അങ്ങനെ എന്തോ പല ഐറ്റംസ്, ഐസ്ക്രീമും ജ്യൂസും ചോക്ലേറ്റും അടക്കം മറ്റു പലതരം ഐറ്റംസ്. ഫ്രൂട്ട്സുകളിലാവട്ടെ പലതരം ഫ്രൂട്ട്സ്, അതും പല വെറൈറ്റി ഫ്രൂട്ട്സ്. ഇതൊക്കെ കാണുമ്പോൾ അലീന ഇങ്ങനെ അമ്പരന്ന് നോക്കുകയാണ്. എന്താ അച്ഛാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾക്ക് 2 പേർക്കും കഴിക്കാനാണോ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിച്ചത്? ഇതൊക്കെ എന്താ അച്ഛാ? എനിക്കിതൊന്നും കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ആർക്കോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് പോലെ തോന്നുന്നു.
മോളെ ഇതൊന്നും നീ കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതാ. അയാളുടെ സ്നേഹം ഇങ്ങനെയൊക്കെയാ മോളെ. നീ മാറ്റിയെടുത്താൽ മതി, നിന്നെക്കൊണ്ട് അതിന് കഴിയും. അടുത്ത് നിന്നെ കാണാൻ അച്ഛൻ വരുന്ന സമയത്ത് നീ ഓടി വന്ന് അച്ഛനോട് പറയും, അച്ഛാ ഇവിടുത്തെ പപ്പയുടെ സ്വഭാവമൊക്കെ മാറി കേട്ടോ, ഇപ്പോൾ ഒരുപാട് എന്നെ ഇഷ്ടമാണെന്നൊക്കെ. നീ നോക്കിക്കോ. അങ്ങനെ അവിടെ നിന്നും ബാലചന്ദ്രൻ ചായ കുടിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഒന്നും തന്നെ കഴിക്കുന്നില്ല. സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എന്താ കുട്ടി ഒന്നും കഴിക്കാത്തത്? ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, ക്ഷീണം കാണില്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്ക് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് എന്തോ മനസ്സിൽ വല്ലാതെ സങ്കടം. സ്വന്തം പപ്പ ഇങ്ങനെയാണോ ഒരു മകളോട് സംസാരിക്കേണ്ടത്? ഭക്ഷണങ്ങൾ വാരി തരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറയുന്ന ഒരു പപ്പ. എന്താ അച്ഛാ ഇതൊക്കെ? ഇങ്ങനെയാണോ ഒരു മകളോട് ഒരു പപ്പ പെരുമാറേണ്ടത്? അതും ആദ്യമായിട്ട് എന്നെ കാണുന്ന പപ്പ. ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഭക്ഷണം വാരി തന്നു. സ്വന്തം മകളല്ല എന്നറിഞ്ഞിട്ടും എൻ്റെ അച്ഛൻ എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു പകുതി പോലും ഇല്ലല്ലോ അച്ഛാ ഈ പപ്പ കാണിക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നീ എന്തെങ്കിലും കഴിക്ക്. വേണ്ട അച്ഛാ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ അവിടെ നിന്നും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബാലചന്ദ്രൻ അലീനയോട് യാത്ര പറയുന്നുണ്ട്. മോളെ അച്ഛൻ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്ര, ഇതിപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, മോൾക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. ഇന്നത്തെ ഒരു ദിവസം ബാലചന്ദ്രൻ ഇവിടെ നിൽക്ക്, നാളെ രാവിലെ പോവാം. അയ്യോ അത് പറ്റില്ല, എൻ്റെ വീട്ടിലും 3 മക്കളുള്ളതല്ലേ വൈജ. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അലീന നിൽക്കുന്നത് കൊണ്ട് അവൾക്കവിടെ വരാൻ താല്പര്യമില്ല. അവളുടെ വീട്ടിലാണുള്ളത്. ഇനി ചെന്നിട്ട് വേണം. അലീന പോയെന്നറിയുമ്പോൾ അവൾ തിരിച്ചു വരുമായിരിക്കും. അതുകൊണ്ട് മക്കൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് പോകണം. ബാലചന്ദ്രൻ പോകുന്നെന്ന് കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞ് തുളുമ്പുന്നുണ്ട്. താൻ തനിച്ചായി ഈ ഒരു വലിയ എസ്റ്റേറ്റിൽ താൻ തനിച്ചാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ ഓടിച്ചെന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാ അച്ഛാ താമസിക്കുക? ഇവിടെ മറ്റാരുമില്ലേ? ആ ഒരു അങ്കിളിനെ ഞാൻ കണ്ടു, അതിവിടുത്തെ സഹായിയാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ നായ്ക്കുട്ടികളും. മറ്റാരുമില്ലേ അച്ഛാ ഇവിടെ? ഇല്ല മോളെ, ഇവിടെ മറ്റാരുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് നീ ഇവിടെ ഒന്ന് സെറ്റാവുമ്പോൾ അയാളുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ നിൻ്റെ കാര്യം അവതരിപ്പിക്കും. അതിനുശേഷം അയാൾ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും മോളെ. സ്റ്റാൻലി ജോസഫിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിന്നെ അങ്ങോട്ടേക്ക് അയാൾ കൂട്ടിക്കൊണ്ടു പോകും. ഇനി ഇവിടെ നിന്നാൽ ഒത്തിരി വൈകും മോളെ. വീട്ടിൽ കൃഷ്ണയും ബബിതമോളും രോഹിത്തും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അച്ഛന് പോണ്ടേ? ഇപ്പോൾ തിരിച്ചാൽ പാതിരാത്രിക്ക് അച്ഛൻ അങ്ങ് എത്തൂ. അവരച്ഛനെ നോക്കിയിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ അവർ ഉറങ്ങില്ല. ഏത് പാതിരാത്രി ആയിരുന്നാലും ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടി വരും. നിൻ്റെ വിശേഷം അവർ കേൾക്കും. എന്നിട്ട് അവർ കിടന്നുറങ്ങും. അതെനിക്കറിയാം മോളെ. ഇന്ന് അവരുടെ മനസ്സിൽ ഒരുപാട് വേദനയായിരിക്കും. നിനക്കും അങ്ങനെയാണെന്നറിയാം. അച്ഛനും അങ്ങനെ തന്നെ മോളെ. അച്ഛൻ വിഷമിക്കണ്ട, കുഴപ്പമില്ല അച്ഛാ, എനിക്ക് സങ്കടമില്ല. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിനോടും അലീനയോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിറകണ്ണുകളോട് അലീന ഇങ്ങനെ വല്ലാതെ വിഷമത്തോടു കൂടി നോക്കുകയാണ്. ആ ഒരു മുഖം കാണുമ്പോൾ ബാലചന്ദ്രന് അവളെ വിട്ടിട്ട് പോരാനേ തോന്നുന്നില്ല. വീണ്ടും തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അയാൾ ഓടി അലീനയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ, നിന്നെ ഒന്നുകൂടെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാ. അച്ഛാ, അച്ഛന് സുഖമില്ലാത്തതാണ്. ഈ വിഷമമൊന്നും അച്ഛൻ മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. എൻ്റെ കാര്യം ആലോചിച്ചിട്ട് അച്ഛൻ മനസ്സ് വേദനിപ്പിക്കരുത്. അച്ഛൻ സമയാസമയം ഗുളിക കഴിക്കണം, സമയാസമയം ഭക്ഷണം കഴിക്കണം. അതെല്ലാം ഞാൻ കൃഷ്ണമോളോടും ബബിതയോടും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വേറെ ഒരു കാര്യം ആലോചിക്കരുത്. അമ്മയുമായി അച്ഛൻ എങ്ങനെയെങ്കിലും പൊരുത്തും. മോളെ, ഇതിങ്ങനെ അവൾ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, ബാക്കി നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛൻ കേൾക്കാം. പക്ഷേ നിൻ്റെ അമ്മയുമായിട്ട് ഇനി പൊരുത്തപ്പെട്ടു പോകണമെന്ന് എന്നോട് പറയരുത് മോളെ. എനിക്കതിന് കഴിയില്ല. ഒരു അച്ഛനെന്നുള്ള നിലയിലല്ല, ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അത് ചിന്തിച്ച് നോക്കണം. അതുകൊണ്ട് അച്ഛനോട് ആ കാര്യം ഇനി നീ ആവർത്തിക്കരുത്. ഇല്ല അച്ഛാ, എനിക്കറിയാം. ഞാൻ ഇനി അതിനെപ്പറ്റി പറയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛൻ കറക്റ്റ് സമയത്തിന് ചെയ്യണം. ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, മരുന്ന് കഴിക്കണം കേട്ടോ. ശരി മോളെ, അതെല്ലാം അച്ഛൻ ചെയ്തോളാം. നീ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇങ്ങിറങ്ങി വന്നേ, നിന്റെ ബാഗൊക്കെ എടുക്കണ്ടേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കാറിൻ്റെ ഡിക്കി തുറന്ന് അലീനയുടെ ബാഗുകൾ ഓരോന്നായിട്ട് പുറത്തിറക്കി വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് അയാൾ തിരിഞ്ഞു നോക്കാതെ തന്നെ കാറിൽ കയറുന്നുണ്ട്. ഇനിയും ഇവിടെ നിന്നാൽ
അച്ഛന് സഹിക്കാൻ പറ്റില്ല മോളെ, അച്ഛൻ പൊട്ടിക്കരഞ്ഞു പോവും, അച്ഛൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവളോട് ബായി പറഞ്ഞ് ബാലചന്ദ്രൻ യാത്രയാവുകയാണ്. കാറ് അവളുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോകുന്നത് വരെ അവൾ ടാറ്റ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആൻ്റണി ചേട്ടൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ മോളെ ഇങ്ങ് തന്നേക്ക്, ഞാൻ എടുത്തോളം പെട്ടിയലാം. ഇനി ഇത് സാറ് കണ്ടാലേ ഇനി എൻ്റെ പണി പോവും കേട്ടോ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞേക്കണം. സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത്, എന്താവശ്യം ഉണ്ടെങ്കിലും മോൾക്ക് ചെയ്തു കൊടുക്കണമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അങ്കിളിനോട് പറയണം കേട്ടോ മോളെ. ആ ശരി അങ്കിളെ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് നടക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മടുതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.